എല്ലാവർക്കും ഇന്ത്യൻ കഫേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തയ്യാറാക്കുന്ന നല്ലൊരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഇന്ത്യൻ കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാൻ ഫസ്റ്റ് നമുക്ക് വേണ്ടത് അരി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ തിളച്ചു വരണം. ഇതുപോലെ തിളച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ടത് അരിയാണ്. ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 കപ്പ് റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി 20 മിനിറ്റ് കുതിർത്തെടുത്ത അരിയാണിത്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാം. ഒരു 70-80% മാത്രമേ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് വേകാൻ പാടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസ് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരിക്ക് ആവശ്യമായുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 75% നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ ഒരു വലിയ കടായിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുട്ട റെഡിയാകും. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വീണ്ടും അതേ കടായിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അല്ലി ചെറുതായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അരമുറി സവാള അരിഞ്ഞതും കുറച്ച് സ്പ്രിംഗ് ഒനിയനും കുറച്ച് ക്യാബേജും ഒരു മീഡിയം സൈസ് അളവിൽ ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ചേർത്തിട്ടുള്ള എല്ലാ പച്ചക്കറികളും സ്ക്വയർ ആയിട്ടാണ് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ ഈ പച്ചക്കറികൾ 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മതിയാകും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ ഈ പച്ചക്കറികളുടെ കളറൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും. പിന്നെ ഒരു ഫ്രഷ് ടേസ്റ്റും കൊടുക്കും. ചെറുതായി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. വീണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറുത്ത് മാറ്റി വെച്ചിരുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂടിയോ കുറച്ചോ നിങ്ങൾക്ക് ആ സോയാ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ അളവിലാണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഒണിയൻ ആണ്. സ്പ്രിംഗ് ഒണിയൻ കൂടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.